കപ്പലുകളും അത്യാധുനിക ആയുധങ്ങളും ഉള്ളവർക്ക് മുന്നിൽ ചെറിയ ശക്തികൾക്ക് നിലനിൽപ്പില്ലെന്നായിരുന്നു പൊതുധാരണ. പക്ഷേ ഹോർമുസ് കടലിടുക്കിൽ ഇന്ന് എഴുതപ്പെടുന്നത് അതിന് പൂർണ്ണമായി വിപരീതമായ കഥയാണ്. ഇവിടെ ഭീഷണിയാകുന്നത് സമുദ്രത്തെ കീറി മുന്നേറുന്ന ഭീമൻ യുദ്ധവാഹിനികളല്ല, മറിച്ച് കണ്ണിറുക്കും മുമ്പ് പ്രത്യക്ഷപ്പെട്ട് ആക്രമിച്ച് തിരകളിൽ ലയിച്ചു പോകുന്ന ചെറുതും അതിവേഗവുമായ കപ്പലുകളാണ്. വലിപ്പത്തിൽ ചെറുതായിരുന്നാലും അതിവേഗ സഞ്ചാരശേഷി, പെട്ടെന്നുള്ള ആക്രമണ കഴിവ്, കൂട്ടമായി നീങ്ങുന്ന തന്ത്രം, ഇടുങ്ങിയ ജലപാതകളിൽ എളുപ്പം പ്രവർത്തിക്കാനുള്ള ശേഷി എന്നിവയാണ് ഇവയെ അപകടകരമാക്കുന്നത്. ചില ബോട്ടുകൾ മിസൈലുകൾ വഹിക്കുമ്പോൾ ചിലത് റോക്കറ്റുകളും മെഷീൻ ഗണ്ണുകളും ഉപയോഗിക്കും. മറ്റു ചിലത് ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാനും നിരീക്ഷണ സംവിധാനങ്ങളെ മറികടക്കാനുമായി വിന്യസിക്കപ്പെടുന്നു. ലോകത്തിന്റെ എണ്ണ വിതരണ ശൃംഖലയുടെ നിർണായകമായ ഹോർമുസ് കടലിടുക്ക് ഇന്ന് വെറും വ്യാപാര പാതയല്ല, മഹാശക്തികളുടെ അഭിമാനവും സാമ്പത്തിക താൽപര്യവും സൈനിക തന്ത്രങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അപകടകരമായ വേദിയായി അത് മാറിയിരിക്കുന്നു. ഒരു വശത്ത് അതിപ്രബല നാവികസേനയുമായി അമേരിക്ക, മറുവശത്ത് സ്വന്തം തീരപ്രദേശത്തെ ഒരു കോട്ടയായി മാറ്റിയ ഇറാൻ. ശക്തിയുടെ പരമ്പരാഗത അളവുകോലുകൾ ഇവിടെ പലപ്പോഴും പരാജയപ്പെടുന്നു. കാരണം ഈ പോരാട്ടം വലിപ്പത്തിൻ്റെതല്ല, ബുദ്ധിയുടെയും വേഗത്തിന്റെയും സമയത്തിന്റെയും പോരാട്ടമാണ്. ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ പലർക്കും ചെറു ബോട്ടുകളായി തോന്നാം, എന്നാൽ അവയുടെ യഥാർത്ഥ ശക്തി ഇരമ്പിലല്ല, അവയുടെ പിന്നിലെ ആശയത്തിലാണ്. വമ്പൻ സൈനിക ശക്തികളെ നേരിടാൻ അതേ മാതൃകയിൽ തന്നെ പോരാടേണ്ടതില്ലെന്ന തിരിച്ചറിവാണ് അവയുടെ അടിസ്ഥാനം. കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് വലിയ എതിരാളിയെ സമ്മർദ്ദത്തിലാക്കുക, ഇടുങ്ങിയ കടൽപാതയെ സ്വന്തം തന്ത്രത്തിന്റെ ഭാഗമാക്കുക, ശത്രുവിന്റെ മേൽക്കോയ്മയെ അനിശ്ചിതത്തിലാക്കുക, ഇതാണ് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമുസിൽ ഇന്ന് ലോകം കാണുന്നത് വെറും കപ്പലുകളുടെ സഞ്ചാരമല്ല, അത് പഴയ യുദ്ധരീതികൾക്ക് എതിരായ പുതിയ പ്രഖ്യാപനമാണ്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമുസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രഖ്യാപനം മേഖലയിൽ സംഘർഷം കുത്തനെ ഉയർത്തി. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുകയും സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ രാഷ്ട്രീയ ഇളവുകൾ നേടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ വീണ്ടും ആഗോള ചർച്ചയുടെ കേന്ദ്രത്തിലെത്തിയത്. പല പാശ്ചാത്യ വിലയിരുത്തലുകളും ഇവയെ ഭീഷണിയെ ചിത്രീകരിക്കാറുണ്ടെങ്കിലും ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇവ പ്രതിരോധ ആവശ്യത്തിനായി വികസിപ്പിച്ച സമൃദ്ധമായ സമുദ്ര ആയുധ സംവിധാനങ്ങളാണ്. ടോണ്ടർ ക്ലാസ് മിസൈൽ ബോട്ടുകൾ അതിന്റെ മികച്ച ഉദാഹരണമാണ്. വലിപ്പത്തിൽ ചെറുതായിരുന്നാലും ദൂരപ്രഹര ശേഷിയുള്ള ആന്റിഷിപ്പ് മിസൈലുകൾ വഹിക്കാൻ ഇവയ്ക്ക് കഴിയും. വലിയ യുദ്ധക്കപ്പലുകളെ പോലെ സമുദ്രത്തിൽ ദീർഘദൂര യാത്രകൾക്കല്ല ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പകരം സ്വന്തം തീരപ്രദേശത്തിനടുത്ത് വേഗത്തിലെത്തി ലക്ഷ്യത്തെ തകർത്ത് മടങ്ങാനുള്ള രീതിയിലാണ് ഇവയുടെ ഉപയോഗം. ഇത് ചെറിയ രാജ്യങ്ങൾക്കും പരിമിതമായ വിഭവങ്ങളുള്ള സൈന്യങ്ങൾക്കും അനുയോജ്യമായ പ്രതിരോധ മാതൃകയായി പല സൈനിക വിദഗ്ധരും കാണുന്നു. പേക്കാപ്പ് ക്ലാസ്, സെറാജ് ക്ലാസ് പോലുള്ള അതിവേഗ ബോട്ടുകൾ ഇറാന്റെ സമുദ്രതന്ത്രത്തിലെ മറ്റൊരു നിർണായക ഘടകമാണ്. ഇവയുടെ ശക്തി വെടിക്കോപ്പുകളല്ല, വേഗതയിലും സംഖ്യയിലുമാണ്. ഒറ്റയ്ക്കൊരു വൻ യുദ്ധക്കപ്പലിനെ നേരിടാനല്ല ഇവയെ വിന്യസിക്കുന്നത്, പകരം പല ദിശകളിൽ നിന്ന് ഒരേ സമയം സമീപിച്ച് ശത്രുവിന്റെ നിരീക്ഷണ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും പ്രതികരണ സമയം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത്തരമൊരു തന്ത്രം ആധുനിക യുദ്ധത്തിൽ സാങ്കേതിക മേൽക്കോയ്മ മാത്രം വിജയത്തിന് മതിയാകില്ലെന്ന സത്യവും ഓർമ്മിപ്പിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രം തന്നെ ഇറാനെ അനുകൂലിക്കുന്നതാണ്. ഇടുങ്ങിയതും തിരക്കേറിയതുമായ ഈ ജലപാതയിൽ വമ്പൻ യുദ്ധക്കപ്പലുകൾക്ക് സ്വതന്ത്രമായി നീങ്ങുക എളുപ്പമല്ല. എന്നാൽ ചെറിയ അതിവേഗ ബോട്ടുകൾക്ക് തീരപ്രദേശങ്ങളോട് ചേർന്ന് സഞ്ചരിക്കാനും ഉൾക്കടലുകളിൽ മറഞ്ഞിരിക്കാനും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് തിരിച്ചു പോകാനും കഴിയും. അതിനാൽ തന്നെ ഇറാന്റെ ഈ കപ്പലുകൾ ഒരു സൈനിക ഉപകരണം മാത്രമല്ല, ഭൂപ്രകൃതിയെ തന്നെ പ്രതിരോധ ആയുധമാക്കി മാറ്റുന്ന തന്ത്രത്തിന്റെ ഭാഗമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ പലപ്പോഴും ഈ നീക്കങ്ങളെ അപകടകരം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ മറ്റൊരു കാഴ്ചപ്പാട് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ദശാബ്ദങ്ങളായി ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും വിദേശ സൈനിക സാന്നിധ്യങ്ങളും നേരിട്ട ഒരു രാജ്യം സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നത് സ്വാഭാവികമാണ്. ശക്തരായവരുടെ നിബന്ധനകൾ അംഗീകരിക്കാതെ സ്വന്തം നിലപാട് നിലനിർത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ പ്രതീകമായി പലർക്കും ഇറാനെ മാറിയതിന്റെ കാരണം അതുതന്നെയാണ്. ഹോർമുസിൽ നടക്കുന്ന ഈ മത്സരം യുദ്ധക്കപ്പലുകളുടെ ഏറ്റുമുട്ടൽ മാത്രമല്ല, അത് ശക്തിയും സ്വാതന്ത്ര്യവും ആധിപത്യവും പ്രതിരോധവും തമ്മിലുള്ള വലിയ ആശയ സമരമാണ്. അമേരിക്ക സമുദ്രങ്ങളെ നിയന്ത്രണത്തിന്റെ വേദിയായി കാണുമ്പോൾ ഇറാൻ അവയെ ദേശീയ സുരക്ഷയുടെ അതിർത്തിയായി കാണുന്നു. ഈ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംഘർഷമാണ് ഇന്ന് ലോകം കാണുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ വെറും ബോട്ടുകളല്ല, അവ ഒരു സന്ദേശമാണ്. വലിപ്പം മാത്രം ശക്തിയല്ല, സാങ്കേതികത മാത്രം മേൽക്കോയ്മയല്ല, ഭീഷണി മാത്രം വിജയമല്ല. സ്വന്തം തീരത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ മനോവീര്യവും തന്ത്രബുദ്ധിയും ചിലപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തികളെയും പുനർചിന്തിപ്പിക്കാൻ കഴിയും. ഹോർമുസിൽ ഉയരുന്ന ഓരോ തിരമാലയും ഇന്ന് പറയുന്നത് അത് തന്നെയാണ്. ഹോർമുസിലെ ഈ തന്ത്രപരമായ നീക്കങ്ങൾ കേവലം ഒരു പരീക്ഷണ ഘട്ടത്തിലാണിപ്പോൾ. എന്നാൽ സാഹചര്യങ്ങൾ ഒരു അന്തിമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ സാങ്കേതിക തികവിനേക്കാൾ ഉപരിയായി ഒരു ജനതയുടെ പോരാട്ട വീര്യവും ബുദ്ധിപരമായ യുദ്ധതന്ത്രങ്ങളും എങ്ങനെ ഫലം കാണുമെന്ന് ആ യുദ്ധം ലോകത്തിന് കാട്ടിക്കൊടുക്കും. ഹോർമുസിൽ ഉയരുന്ന ഓരോ തിരമാലയും ഇന്ന് വിളിച്ചു പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഇറാന്റെ നിശ്ചയദാർഢ്യം വരാനിരിക്കുന്ന ഏതൊരു വലിയ ഏറ്റുമുട്ടലിലും നിർണായകമായ ഒരു അധ്യായമായി മാറുമെന്നത് ഉറപ്പാണ്.